ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബാറ്ററിയുടെ മോഡൽ എന്ന് പറയുന്നത് CR2032 എന്ന് പറയുന്ന മോഡലാണ്. ആ മോഡലാണ് നമ്മൾ ആ സൈഡിൽ വെച്ചിട്ടുള്ളത്, പാനാസോണിക്കിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൽ എന്തിനാണ് നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാറ്ററി ഒരു ബാക്കപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഉള്ള സമയത്ത് അത് ഡയറക്റ്റ് AC-യിലാണ് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. കറണ്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ബാറ്ററിയുടെ ചാർജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ഓഫ്, അതായത് ഇതിനകത്ത് 16 പ്രോഗ്രാംസ് ഉണ്ട് ഓൺ ഓഫ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ട് പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് സെറ്റ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കും കറണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പ്രോഗ്രാം പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോയിൻ ടൈപ്പ് ബാറ്ററിയാണ്. വേറെ മോഡലുകളിൽ സാധാരണ നമ്മുടെ ആ ഒരു നീളത്തിലുള്ള ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, CR2032 എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു കോയിൻ ബാറ്ററിയുടെ. ഇത് നമ്മുടെ കാറിൻ്റെ റിമോട്ടിൽ, അതുപോലെ വെയിങ് മെഷീൻ, നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനിൽ, അതുപോലെ പല ഡിവൈസുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഡിജിറ്റൽ ടൈമർ സ്വിച്ചുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെയും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, താഴെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു ടൈമർ സ്വിച്ച് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മാക്സൽ എന്ന് പറയുന്ന ബ്രാൻഡ്, അങ്ങനെ എന്തോ ആയിരുന്നു. പാനാസോണിക് ഒന്നുമല്ല അവർ കൊടുക്കുന്നത്. പാനാസോണിക് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, പോപ്പുലറായിട്ട് പല കമ്പനികൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ കാറിൻ്റെയൊക്കെ റിമോട്ടിൽ ഡിഫോൾട്ടായിട്ട് അവർ ഇട്ട് വരുന്നത് ഈ ഒരു പാനാസോണിക്കിൻ്റെ ഈ ഒരു CR2032 എന്ന് പറയുന്ന മോഡലാണ്. അതുകൊണ്ട് ഈ ഒരു കോയിൻ ബാറ്ററി നിങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് പാനാസോണിക്കിൻ്റെ തന്നെയാണ്. ഈ ബാറ്ററി 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പോൾ 4 എണ്ണം കാണുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററി ചേഞ്ചിങ് ആണ്. ബാറ്ററി എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആണ്, നേരത്തെ കാണിച്ചപ്പോൾ നല്ല ബ്രൈറ്റ് അല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ, അതായത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഡിം ആവാൻ തുടങ്ങും. നമ്മുടെ വീട്ടിലെ കാൽക്കുലേറ്ററൊക്കെ അതിൻ്റെ ബാറ്ററി തീരാറാകുമ്പോൾ അത് ഡിം ആവുന്ന പോലെ ഇതിൻ്റെ സ്ക്രീനും ഡിം ആവാൻ തുടങ്ങും. അപ്പോഴാണ് ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടത്. ആ സമയത്ത് ഈ പുറകിൽ ഈ ട്രേ ഉണ്ടല്ലോ, ട്രേ പുള്ളി ഇത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ പഴയ ബാറ്ററി കാണാം. എന്നിട്ട് പുതിയത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിനേക്ക് റീപ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ബാറ്ററി ഊരുന്ന സമയത്ത് ഈ പ്രോഗ്രാം നഷ്ടപ്പെടും എന്നുള്ളത്. കാരണം പ്രോഗ്രാം അങ്ങനെ നഷ്ടപ്പെടില്ല. ഈ സർക്യൂട്ടിനകത്ത് കുറച്ച് ചാർജ് നിൽക്കും. അത് ഏകദേശം ഒരു 5 സെക്കൻഡോളം ലാസ്റ്റ് ചെയ്യും. ആ സമയത്തിനുള്ളിൽ നമ്മൾ പുതിയ ബാറ്ററി ഇട്ടാൽ മതി. അതായത് പുതിയ ബാറ്ററി നമ്മൾ റെഡിയാക്കി വെക്കുക കയ്യിൽ, പെട്ടെന്ന് ഇടാനായിട്ട്. എന്നിട്ട് ട്രേ ഓപ്പൺ ചെയ്തതിന് ശേഷം പെട്ടെന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഈ 5 സെക്കൻഡ് ടൈമിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ പോവില്ല. സർക്യൂട്ടിൻ്റെ അകത്തുള്ള ആ ഒരു ചാർജ് കൊണ്ട് ഇത് നിൽക്കും. നമ്മൾ 5 സെക്കൻഡൊക്കെ കഴിഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ ഡിമ്മായി അവസാനം അത് ഓഫായി പ്രോഗ്രാം നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബാറ്ററി ചേഞ്ചിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് 30 ആംപിയറിൻ്റെ സ്വിച്ചാണ്, അതുകൊണ്ട് അത്യാവശ്യം ലോഡൊക്കെ ഇത് എടുക്കും. എങ്കിലും ഹെവി ലോഡുകളൊക്കെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഇലക്ട്രീഷ്യനോട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫിഷ് ടാങ്കിലെ ഐറ്റംസ് മാത്രമല്ല, ബൾബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം.